മെല്ലെ കാലാസ്മേലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാണ് കൊന്നിടും. 2 ദിവസമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ്. സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു മേടിച്ചു എന്നുള്ളതാണ് അധ്യാപകൻ ചെയ്ത കുറ്റം. സ്കൂളിൽ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് എല്ലാ സ്കൂളിലും കൃത്യമായി പാലിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുമെന്ന് എല്ലാവർക്കും അറിവുള്ളത് കാര്യമാണ്. പക്ഷേ കുട്ടികൾ പലപ്പോഴും മൊബൈൽ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം അവർ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാം അവരുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. പക്ഷേ അവരെവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചായിരിക്കാം സ്കൂളിൽ മൊബൈലുമായിട്ട് വരുന്നത്. അപ്പോൾ സ്കൂളിലെ അധ്യാപകർ കണ്ടു കഴിഞ്ഞാൽ അവർ അത് പിടിച്ചു വെക്കും. കുറച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക. അതാണ് സർവ്വസാധാരണയായി നടക്കുന്നത്. പക്ഷേ ഇതൊരു കുട്ടിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നു. അധ്യാപകൻ മൊബൈൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ നിന്നെ കാച്ചിക്കളയും എന്ന് അധ്യാപകനോട് പറയാനുള്ള തൻ്റെ അവൻ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്ക് ആ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അധ്യാപകർക്ക് നേരെ കൊലവിളി. അതൊരു +1 വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. ഇതാണ് ദൃശ്യങ്ങൾ. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാണ് കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം തന്നെ എന്താ നമ്മൾ പറയേണ്ടതെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ അധ്യാപകരെയൊക്കെ നമ്മൾ കാണുന്നൊരു ഇതുണ്ട്. കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അത്ര ബഹുമാനത്തോടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അവരോട് നമുക്കൊരു ഭയഭക്തി ബഹുമാനം ഉണ്ട് എന്നുള്ളതാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടിയൊരു ശീലമാണ്. അന്നും എനിക്കൊന്ന് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പോലും 2 അടി കിട്ടിക്കഴിഞ്ഞാൽ 2 കൂടെ കിട്ടണം എന്ന് അധ്യാപകരോട് ഇന്ന് വന്ന് പറയും. ഇതുപോലെ കൊടുത്തേര് സാറേ അവൻ നന്നാവട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ രക്ഷകർത്താക്കളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനല്ല എന്നുള്ള കുട്ടിയെ 2 അടി അടിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താവ് പടയായിട്ട് ഇനി വരും. എന്തിനെൻ്റെ മകനെ അടിച്ചു എന്നുള്ളത് ചോദിച്ചോണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ മൊബൈൽ എന്തിനു പിടിച്ചു വെച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അധ്യാപകരുടെ നേരെ ചന്ദ്രകാഫ് ഇളക്കി വരുന്ന രക്ഷകർത്താക്കളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കാരണം തൻ്റെ മകനെപ്പറ്റി അവർക്ക് ഭയങ്കര മതിപ്പാണ്. എന്തു ചെയ്യാൻ? പക്ഷെ കുട്ടികൾ പിഴച്ചു പോകുന്നത് ഈ മാതാപിതാക്കൾ അറിയുന്നുമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്തൊക്കെ സംഭവിക്കുന്നു അതൊന്നും അധ്യാപകർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. എനിക്ക് തോന്നുന്നു അധ്യാപകർ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ അധ്യാപകനെതിരെ പരാതിയുമായിട്ട് കുട്ടികൾ പോകും എന്നുള്ളതാണ്. കുട്ടികളുടെ കുറേ രക്ഷകർത്താക്കളും പോകും. ആ അവസ്ഥയിലേക്കാണ്. ആ അധ്യാപകൻ പഠിപ്പിക്കുന്നില്ല, അധ്യാപകൻ അനാവശ്യമായിട്ട് മാനസിക പീഡനം നടത്തുന്നു എന്നൊക്കെയുള്ള പരാതികളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകർ വിചാരിക്കും ഞാൻ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിനെ പോയി ഇവനെയൊക്കെ നന്നാക്കിയിട്ട് എനിക്കെന്താ കാര്യം എന്ന് അവർ വിചാരിക്കുന്നത് തെറ്റൊന്നുമില്ല. ഏതായാലും ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഈ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ മൊബൈലിൻ്റെ ഒരു പ്രചരണമുണ്ട്. കാരണം ക്ലാസ്സൊന്നും നടക്കാത്തപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് രക്ഷകർത്താവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പിടിവിട്ട് പോയി. കാരണം അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ക്ലാസ്സിലെ പഠനത്തിനാവശ്യമാണ് എന്ന് അവൻ സ്വയം അങ്ങോട്ട് സമർത്ഥിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിലാണ് ഉണ്ടത് എന്നുള്ളത് പാവം രക്ഷകർത്താവിനെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. ഇവൻ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇവനെ സംബന്ധിച്ച് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താ അവൻ്റെ ഇതല്ലേ, 16 വയസ്സേ ഉള്ളൂ. അവനത് കേസെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഇവനെതിരെ കേസെടുക്കണം. ഇതിന് താഴെ വന്നിരിക്കുന്ന ചില കമൻറ്റുകൾ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു പാവ അധ്യാപകൻ ആ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം പലരും പറഞ്ഞേക്കുന്നത് ചെവുക്കല് തീർത്ത് അവൻ്റെ തല്ലണമെന്നാണ് പറഞ്ഞത്. കേസ് വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. ആ അധ്യാപകൻ തല്ലാൻ പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ നാളെ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അധ്യാപകനെതിരെ ആയിരിക്കും നമ്മളെല്ലാം തിരിയുന്നത്. അവൻ എന്ത് തെറ്റ് കാണിച്ചാലും
16 വയസ്സുള്ള കുട്ടിയെ തല്ലാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അതാണ് അവസ്ഥ. അപ്പം പലപ്പോഴും എവിടെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവിടെ അധ്യാപകനെതിരെ തിരിയാൻ വേണ്ടിയായിരുന്നു ജനങ്ങൾ, അത് രക്ഷകർത്താക്കളായാലും നാട്ടുകാരായാലും മീഡിയക്കാരായാലും അധ്യാപകർക്കെതിരെയാണ് തിരിയുന്നത് അല്ലേ. പക്ഷേ ഈ പലപ്പോഴും സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയുള്ളൂ, എനിക്കൊന്ന് മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി ഗർഭിണിയായ കേസ് ഏത് സ്കൂളിൽ പറയുന്നത് കേട്ടത്. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു കുട്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ഈ രക്ഷകർത്താക്കൾ ഇതൊന്നും അറിയാതെ കുട്ടികളെ തങ്ങളുടെ കുട്ടികളെ പറ്റി അവർക്ക് ഭയങ്കര മതിപ്പാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പണ്ട് റോഡിലൊക്കെ വെച്ച് നമ്മൾ ഒരു സിഗരറ്റൊക്കെ വലിക്കുവാണെങ്കിൽ വളരെ പാത്തൊക്കെയാണ് വലിക്കുന്നത്. ആരെങ്കിലും ഈ അയലത്തുകാരോ അല്ലെങ്കിൽ നാട്ടുകാരാരെങ്കിലും കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാത്ത് വലിക്കുന്നത്. നമ്മുടെയൊക്കെ പഠനം കഴിഞ്ഞുള്ള സമയത്താണ് പറയുന്നത്. അതുവരെ ഒരു പ്രായമാണ്. ഇപ്പോഴായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ്. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഇപ്പം നമ്മളൊരു കുട്ടിയുടെ നമ്മുടെ അയലത്ത് വീട്ടിലെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെന്തിൻ്റെ പോക്കേടാ, അവനങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് രക്ഷകർത്താൾ വരും. പിന്നെ നമുക്കെതിരെയായിരിക്കും നീങ്ങുന്നത്. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ഏതെങ്കിലും രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം രക്ഷകർത്താക്കൾക്ക് മക്കളെ അങ്ങ് അമിതമായി അങ്ങ് വിശ്വാസമാണ്. അതുതന്നെയാണ് സ്കൂളിൽ സംഭവിക്കുന്നത്. സ്കൂളിലെ അധ്യാപകർ കുട്ടിയെപ്പറ്റി മോശമായ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകനാണ് മോശം. അധ്യാപകൻ പഠിപ്പിക്കുന്നില്ല, മാനസികമായി കുട്ടിയെ പീഡിപ്പിക്കുന്നു, അവൻ കരച്ചിലാണ്, അവന് മാർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ 100 കൂട്ടം പരാതിയുമായിട്ട് ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി ആ അധ്യാപകനെ സ്ഥലം മാറ്റുക, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒന്നും പറയാൻ അനുവദിക്കാതിരിക്കുക. അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇതാകുമ്പോഴും സ്ഥലം മാറ്റമാകുമ്പോൾ അവൻ അങ്ങനെ സ്ഥലം മാറ്റം മേടിച്ചുകൊണ്ട് അങ്ങനെ പോകും. പിന്നെ കഴിയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി അധ്യാപകരെ സംബന്ധിച്ച് വിചാരിക്കും, നമ്മളിതിൻ്റെ പുറകെ പോയിട്ട് നമുക്കെന്തോ ഇതിൻ്റെ ഓക്കേടാ, അവനൊക്കെ വേണമെങ്കിൽ പഠിക്കട്ടെ, അവനൊക്കെ വേണമെങ്കിൽ നന്നാവട്ടെ, വീട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കെന്തോ ആണെന്ന് ചിന്തിക്കുന്ന അധ്യാപകരാണ് ഇപ്പം കൂടുതൽ. അത് ഞാൻ പറഞ്ഞില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കുട്ടിയുടെ അവകാശം ഇപ്പം ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പണ്ടുള്ള കാലത്ത് നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ വന്ന് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ രക്ഷകർത്താക്കൾ വന്ന് അധ്യാപകരോട് പറയുന്നത്, സാറേ എന്ത് കണ്ടാലും വെച്ച് കീറിക്കോ, ആരും ചോദിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പം തന്നെ നമുക്കും ഭയമാണ്. കാരണം അധ്യാപകൻ തല്ലും, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ഇന്നത്തെ അധ്യാപകരോട് രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്, എൻ്റെ മകനെ എന്തുകൊണ്ട് തല്ലാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്, അത് ഞാൻ തല്ലിക്കോളാം എന്ന് പറയുന്ന രക്ഷകർത്താക്കളാണ് കൂടുതൽ. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യം അവകാശമില്ല അധ്യാപകർക്ക് എന്ന് കൊടുക്കുന്നു. ഗവൺമെൻറ് തലത്തിൽ എനിക്ക് തോന്നുന്നു അധ്യാപകരെ തല്ലാൻ പാടില്ല, മുഖം കറുത്തൊന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ തലത്തിൽ നിന്നും ഈ അധ്യാപകർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവരവരുടെ വാർഡ് നോക്കി പോകുന്നു. ഇത് ഈ വിദ്യാർത്ഥിക്കെതിരെ പോലും കേസെടുക്കാൻ പറ്റത്തില്ല എന്ന് അറിയാൻ പറ്റില്ല. കാരണം അവന് പ്രായപൂർത്തിയായില്ല. പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല. ഇനിയും ചെയ്യാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇവിടെ ഗുണദോഷിച്ച് വിടും. അപ്പോൾ ഗുണദോഷിച്ച് വിട്ടിട്ട് എന്താ കാര്യം? ഇവൻ എങ്ങനെ നന്നാവത്തില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് മതശ്രമമാണ്. കാരണം ഒരു അധ്യാപകനെ ഭീഷണിപ്പെടുത്തുക, പുറത്ത് വന്നു കഴിഞ്ഞാൽ കാച്ചിക്കളയാണ്. ഇനിയിപ്പോൾ നാളെ അവൻ കാച്ചത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രായക്കാരായ വിദ്യാർത്ഥികൾ പലരെയും കൊല്ലുന്ന സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള കർശനമായ നിയമങ്ങൾ പാലിച്ചേ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അല്ലാതെ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവന് ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ട സമയമേ കഴിഞ്ഞു. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായിട്ട് നിങ്ങളെത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ.